ഹായ്, അതിരുടെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഓലനില്ലേ, അതാണ് ഉണ്ടാക്കണം. അതിരിക്ക് ഇഷ്ടമാണ്, അതിൽ കുമ്പളങ്ങ കഴിക്കാനൊക്കെ അതിരിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കണം. അപ്പോൾ ചെറിയ പീസായിട്ട് കുമ്പളങ്ങ അരിഞ്ഞത് പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ റോക്ക് സാൾട്ട് ഇല്ല, അതാണ് ഉപയോഗിക്കണേ. പിന്നെ കാന്താരി മുളക് ഉണ്ട് ഇവിടെ, അപ്പോൾ കാന്താരി മുളകാണ് ഇട്ടേക്കണേ. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വേവിക്കാനായിട്ട് നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ 1-2 തേങ്ങാപ്പാൽ എടുത്തിട്ട് മൂന്നാമത്തെ ബാക്കി വെള്ളം ഉണ്ടാവില്ലേ, ആ തേങ്ങാപ്പാലിലാണ് ഒന്ന് വേവിക്കാൻ എടുക്കണം. പിന്നെ 2ാമത്തെ തേങ്ങാപ്പാൽ ഒഴിക്കും, ലാസ്റ്റ് 3ാമത്തെ പാൽ ഒഴിക്കും. ഞാൻ തേങ്ങ അരച്ചിട്ട് വരാം. ഞാൻ തേങ്ങ അരച്ചിട്ട് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 1-ാം പാൽ 2ാം പാൽ എടുത്തിട്ടുണ്ട്. 3ാം പാൽ ബാക്കി വരണ ഒന്നുകൂടി ഒന്ന് അടിച്ചിട്ട് അതും കൊണ്ടാണ് ഇപ്പോൾ ഞാൻ വേവിക്കണേ. അതിൽ നിന്നും വെള്ളം വരുമല്ലോ ഇനി കുമ്പളങ്ങയിൽ നിന്നും, അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 3ാം പാലും കൂടി ഒഴിച്ചിട്ട് കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട്. അതിയുടെ അമ്മയ്ക്ക് UDA അക്കൗണ്ടൻ്റായിട്ട് പ്രൊമോഷൻ കിട്ടി. UDA അക്കൗണ്ടൻ്റായിട്ട് ഒരു 7 വർഷമായി ഇപ്പോൾ ജോലി കിട്ടിയിട്ട്. 2 വർഷം കഴിയുമ്പോൾ കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ഇങ്ങനെ എന്തൊക്കെയോ ഡിലേ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ വാർത്ത വൈകിട്ട് വന്നപ്പോൾ കിട്ടി. നല്ല സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ അതിരിയുടെ കൂട്ടുകാരെ എല്ലാവരും അറിയിക്കാമെന്ന് വിചാരിച്ചു. ഇത് വെന്തിട്ട് നമുക്ക് 2ാം പാലും പിന്നെ ലാസ്റ്റ് 1ാം പാലും ഒഴിക്കാം കേട്ടോ. ശരിയാണ്. പിന്നെ ഓലൻ്റെ കോംബോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളത് ഓലനും ഈ മീൻ വറുത്തതൊക്കെ ഇല്ലേ, അത് കാന്താരി മുളക് ഇട്ട് വയ്ക്കുമ്പോൾ ഓലനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. എനിക്ക് വീട്ടിലെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ കൊതി വരും. വീട്ടിൽ പോകാൻ പറ്റിയ അതൊക്കെ അമ്മ ഉണ്ടാക്കി തരും കേട്ടോ. മീൻ വറുക്കുമ്പോഴേ സാധാ വറുക്കണ പോലെ തന്നെയാണ് അമ്മ വറുക്കണത്, പക്ഷെ അതിനൊരു പ്രത്യേക രുചിയാണ്. ഞാനൊന്നും വറുത്ത ആ രുചി വരണില്ലെന്നേ. ആ മീൻ വറുത്തതും ഓലിന് നല്ല കോംബോ. അല്ലെങ്കിൽ മീൻ വറുത്തതും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ ഓലൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിരിക്ക് അങ്ങനെ മീൻ വറുത്തത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഓലനല്ലാണ്ട് തന്നെ അവൻ കഴിക്കും. ആവി കയറി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വേവട്ടെ. നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക രുചി വരണം. ആ മുളകിൻ്റെ ഒക്കെ എസൻസൊക്കെ കയറുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. കുമ്പളങ്ങ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2ാം പാൽ ഒഴിക്കാം. ഇനി ഒന്ന് വേവട്ടെ. ഒന്നുകൂടി കിടന്ന് ഈ 2ാം പാലിലൊന്ന് വേവട്ടെ. 2ാമത്തെ പാൽ ഒഴിച്ചിട്ട് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി 1ാം പാൽ ഒഴിക്കേണ്ട സമയമുണ്ട്. 1ാം പാൽ ഒഴിക്കുമ്പോഴേക്കായും മുന്നേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്മിലാക്കുക തീ, എന്നിട്ട് 1ാം പാലൊന്ന് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം. അത് തിളയ്ക്കണ്ട കേട്ടോ. ഞാൻ 1ാമത്തെ പാൽ ഒഴിച്ചിട്ട് അതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്മിലാക്കണം തീ. നോര വരണ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യുമ്പോൾ നോര വന്നു. അതിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പച്ചവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനൊന്ന് മൂടി വയ്ക്കും. അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓല റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരുടെയും വീട്ടിൽ കുഞ്ഞു കുട്ടികൾക്ക്, കൊച്ചുമക്കൾക്കും, മുത്തശ്ശിമാരാണെങ്കിൽ കൊച്ചുമക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുമോ നമുക്ക്? ഇപ്പോൾ രസമല്ലേ കേൾക്കാൻ. അപ്പോൾ അതിരിക്കും അത് ഇഷ്ടമാണെങ്കിൽ നമുക്കതൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ. എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമോന് ഇത് ഏറ്റവും ഇഷ്ടമാണ്, അതൊന്ന് ചെയ്ത് നോക്കാനൊക്കെ ഒന്ന് പറയണം കേട്ടോ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കേട്ടോ. ഇനി അതിരിക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഫുഡുമായിട്ട് ഇനി വരാൻ നോക്കാം കേട്ടോ, സമയം പോലെ. ബായ്. അതിരി ഓലൻ കഴിച്ചിട്ട് ഉള്ള എക്സ്പ്രഷൻ ഉണ്ട്, ആൾക്കാർ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവൻ കഴിച്ച് അതിൽ കുമ്പളങ്ങയൊക്കെ പറക്കി കഴിക്കേണ്ട വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ TVയുടെ ഒച്ച വന്നതിനോട് ഞാനത് മ്യൂട്ടാക്കിയതാണ്. അവൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ, വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കേണ്ടായിരുന്നു. അവന് നല്ല ഇഷ്ടമാണ് ഓലൻ്റെ ഒരു പ്രത്യേക രുചി വരുമ്പോൾ.